അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ ഇത് ഇടതു കോട്ടയാണ്, ഒരു തരത്തിൽ ഇടതു കോട്ടയായിരുന്നു. രാജ്ഭവനത്തിന് അട്ടിമറിച്ചു. പക്ഷേ തിരിച്ചുപിടിക്കൽ അഭിമാന പ്രശ്നമാണ് CPM. പിന്നെ അവർ ആഞ്ഞു പരിശ്രമിക്കുന്നു, ജില്ലാ സെക്രട്ടറി ഇറക്കുന്നു. ഈ വൺ ഡേ മാജിക് എന്ന് പറഞ്ഞത് തന്നെ തെറ്റാണ്. വർഷങ്ങൾക്ക് മുമ്പ് കടന്നപ്പള്ളി രാമചന്ദ്രൻ 2 തവണ ജയിച്ച മണ്ഡലമാണ്. കോൺഗ്രസ് നേതാവ് രാമറായി ജയിച്ച മണ്ഡലമാണ്. അങ്ങനെ വൺ ഡേ മാജിക്കായി ചരിത്രത്തിൽ ആദ്യമായി ജയിച്ച ഒരു നേതാവല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ. 35 വർഷക്കാലം ഈ മണ്ഡലം എല്ലാ അർത്ഥത്തിലും ഒരു ജനങ്ങളെ മറന്ന് മുന്നോട്ട് പോയ ഒരു നേതാവിന് അല്ലെങ്കിൽ ആ മുന്നണിക്ക് കൊടുത്ത ഏറ്റവും ശക്തമായ പ്രഹരമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടായത്. ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവില്ലെന്ന് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ്, അതിനകത്ത് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകും, ഒരു സംശയവും വേണ്ട. ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി കേരളത്തിനകത്ത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബിജെപിയുടെ മുദ്രാവാക്യം വെറുതെയാണ്. രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി. ഇസ്ബാർ 400 പാർ 400 സീറ്റിന് മുകളിൽ എന്നുള്ളതാണ് ബിജെപിയുടെ മുദ്രാവാക്യം. ഷൈനിങ് ഇന്ത്യ എന്ന് പറഞ്ഞ് വാജ്പേയി ഇറങ്ങുന്ന കാലത്തുണ്ടായ അതേ ആ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകും. BJP എന്തായാലും ഇറങ്ങിപ്പോകും, ഒരു സംശയവും വേണ്ട. ഇതിനകത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അദ്ദേഹം നടത്തിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. എണ്ണി പറയാം, അതൊന്നും ഒരു സംശയം വേണ്ട. കൃത്യമായി ഇത്തവണ അതിനനുകൂലമായി ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞു 18 MP കുറച്ച് നാളുകൾ മുമ്പ് അത് 19 ആയിരുന്നു. കേരള കോൺഗ്രസിന്റെ MP അപ്പുറം പോയപ്പോഴാണ് അത് 19 ആയത്. അതുവരെ ആ MP യും വിമർശിച്ച ആളുകളാണ്. അതുകൊണ്ട് അതൊന്നും പറയണ്ട. കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞത് പാർലമെന്റിനകത്ത് ആ തരി എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ കേരളത്തിൽ 2020 തന്നെയാണ് UDF-ന് മുന്നിൽ.